أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇൻസാൻ എന്ന സൂറത്താണ് നമ്മൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംഷാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്നാന്ന് പറയുന്നത് വി എന്നാണ്, അതായത് മെജസ്റ്റിക് വി. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആ ഒരു അള്ളാഹിന്റെ അതോറിറ്റി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, ഇന്നാ ഖലഖനൽ ഇൻസാന, ഇൻഡീഡ് തീർച്ചയായിട്ടും ഞാനാണ് ഈ മനുഷ്യന്, ഇന്നലെ ഇൻസാനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, ആ ഇൻസാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് ഞാനാണ്. ഖലഖ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുക എന്നല്ലേ, ഞാനാണ് അവനെ സൃഷ്ടിച്ചത്. എന്തിൽ നിന്നും? അതാണ് ഇന്നലെ ഞാൻ പറഞ്ഞു, നമ്മളെ വിനയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇതൊക്കെ. നമ്മളൊക്കെ എത്രമാത്രം ഹംബിൾ ആയിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. മിൻ നുത്ഫത്തിൻ അംഷാജിൻ, സ്പേം ഡ്രോപ്സിന്റെ മിക്സ്ചർ, ഒരു ആണും പെണ്ണും ഇണ ചേരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതിന്ന്, ഡ്രോപ്പ് മിക്സ്ചേഴ്സ് എന്ന് ആണ് മനുഷ്യൻ വളർന്നു വരുന്നത്. ഇന്ന് അഹങ്കാരം നടിച്ച് നടക്കുന്നവൻ്റെ ആ ഒരു തുടക്കം എവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റഗോറികൾ ക്ലിയർ ആയിട്ട് പറയുന്നത്, ഇവിടുന്നാണ് നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത്, ഇതെന്നാണ് ഞാൻ സൃഷ്ടിച്ചുള്ളത് നിങ്ങളെ. നബ്തലീഹി, അപ്പൊ ഇതിൽ അടുത്ത ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നബ്തലീഹി. ഇബ്തല എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനൊരു പർപ്പസ് ഉണ്ടാവല്ലോ. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഉലിൽ അൽബാബായിട്ടുള്ള ചിന്തിക്കുന്ന ആൾക്കാർ, അവർ കിടന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ചരിഞ്ഞുകൊണ്ടും ഒക്കെ അവർക്ക് ചുറ്റും ഉള്ള പ്രതിഭാസങ്ങൾ, ദുനിയാവിലുള്ള പ്രതിഭാസങ്ങളെ നോക്കിയിട്ട് അവർ പറയും, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതിലൻ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബെ, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ് എന്ന് അവർ പറയും എന്ന് സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ നബ്തലി എന്ന് പറഞ്ഞാൽ ഈ സൃഷ്ടിപ്പ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ മനുഷ്യനെ ഞാൻ ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്. എന്തിന്? നബ്തലീഹി, അവനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരു ചെറിയൊരു കാലയളവ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സമയത്തിന്റെ ഒരു ചെറിയ പോർഷനിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അത് മാത്രമേ നമുക്ക് കണക്കാക്കപ്പെട്ടൊരു സമയമുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോവുക തന്നെ വേണം. ആ കണക്കാക്കപ്പെട്ട സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടും. അത് എത്ര സമ്പത്തുള്ള മനുഷ്യനാണെങ്കിൽ, എത്ര ദരിദ്രനാണെങ്കിലും, അത് എല്ലാ ആത്മാവും പരീക്ഷിക്കപ്പെടും അള്ളാഹുവിനാൽ. ആ പരീക്ഷണത്തിൽ വിജയിച്ച് മുന്നോട്ട് പോവുക, സബ്റെടുത്ത് വിജയിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ആ ടെസ്റ്റിലെ വിജയത്തിന്റെ മാനദണ്ഡം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ആ കൂട്ടത്തിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പെടുത്തട്ടെ. ആ ടെസ്റ്റ്, അള്ളാഹുവിന്റെ ടെസ്റ്റ് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫജഅൽനാഹു സമീഅൻ ബസീറ. ഇത് നമുക്ക് എംബ്രയോളജിയും അനാറ്റമിയും ഒക്കെ പഠിച്ച ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ടും കൂടി പറയാണ്. നമ്മൾ എംബ്രയോളജി പഠിക്കുമ്പോൾ ഒരു ശിശു, ഒരു എന്താ പറയുക, ഗർഭാശയത്തിനുള്ളിൽ ഒരു കുഞ്ഞിങ്ങനെ വളർന്നു വരുമ്പോൾ ആദ്യമായിട്ട് കിട്ടുന്നത് സമയാണ്, കേൾവിയാണ്. ഉമ്മാന്റെ ഹാർട്ട് ബീറ്റ് കുഞ്ഞിക്ക് കേൾക്കും. കാഴ്ച ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് വരുന്നത്, ടോwards ദി എൻഡ് ഓഫ് ദ പ്രഗ്നൻസി. പിന്നെ ജനിച്ചതിന് ശേഷം അതൊരു ഫുൾ ബ്ലോൺ ഇതാണ്. പക്ഷെ സമ എന്നുള്ളത്, കേൾവി എന്നുള്ളത് തുടക്കത്തിൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർഡർ പോലും അത് ആലോചിച്ച് നോക്കി, ഖുർആന്റെ പെർഫെക്ഷൻ ആണ് ഇത്. സുബ്ഹാനക യാ റബ്ബ്, ഖുർആന്റെ സമ പറഞ്ഞതിന് ശേഷമാണ് ബസറ പറയുന്നത്, സമീഅൻ ബസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കേൾവിയും കാഴ്ചയും കൊടുത്തു. പക്ഷെ ഇതിൽ ടെസ്റ്റ് ഉണ്ട്. നമ്മൾ കാണുന്നുണ്ട് ചുറ്റും, നമ്മൾ കേൾക്കുന്നുണ്ട്. ആ കേൾവിൻ്റെയും കാഴ്ച ശക്തിനെയും നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തിരിച്ചറിയാൻ നമുക്ക് പറ്റട്ടെ. ഒരു ഫിത്രയിലാണ് നമ്മളൊക്കെ ജനിക്കുന്നത്. പക്ഷെ ജീവിത നമ്മളെ ചുറ്റുപാടിനനുസരിച്ച് ആ ഫിത്ര മൂടപ്പെടും. അതാണ് കഫർ എന്ന് പറയുന്നത്, കാഫിറുകൾ എന്ന് പറയുന്നതാണ്. അവന്റെ ഫിത്രയിൽ അള്ളാഹുവിനെ മാത്രമേ അവനെ ആരാധിക്കുള്ളൂ. ആ രീതിയിലാണ് അവൻ വളർന്നു വരുന്നത്, ജനിച്ചു വീഴുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും എന്ന് പറഞ്ഞിട്ട് റൂഹുകളോട് മൊത്തം ചോദിച്ചപ്പോൾ പറഞ്ഞു, ബല ഷഹിദിന, തീർച്ചയായിട്ടും യാ റബ്ബ്, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫിത്രയിലാണ് ജനിച്ചു വരുന്നത് ആ റൂഹ് ഈ ഭൂമിയിലേക്ക്. പക്ഷെ ചുറ്റുപാടുകൾ ആണ് അവനെ ഷിർക്കിലേക്കും അനാചാരങ്ങളിലേക്കും അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലേക്കും, അള്ളാഹുവിനെ ഇല്ല എന്ന് പറയും. ഇപ്പൊ ഏത്തിയസ്റ്റുകൾ എന്നൊക്കെ, നിരീശ്വരവാദികൾ എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ഇല്ല എന്ന്
തർക്കിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർ, സോ കോൾഡ് സയന്റിഫിക് ഇതൊക്കെ വെച്ചിട്ട്. അപ്പം അത് അവർ ആ ഫിത്രനെ മൂടാണ്. അവരുടെ സമാനവും അവരുടെ ബസറനോ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ പറയുന്നില്ല, ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമീഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. ആ ലേയേഴ്സ്, ആ ഒരു കേട്ടൺ അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം ആൾക്കാരിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. അവസാന നിമിഷം വരെ എന്താ പറയുക, ഈമാനിൻ്റെ ആ സ്വീറ്റ്നെസ്, ഈമാനിൻ്റെ ആ മാധുര്യം അനുഭവിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ ഇദാഹത്തിൻ്റെ നൂറ് ഉൾക്കൊണ്ടുകൊണ്ടും അവസാന നിമിഷം വരെ ജീവിച്ച് പോകുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും ആക്കി തീർക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.